കേന്ദ്ര വനം വന്യജീവി വകുപ്പ് സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കോടനാട് അഭയാരണ്യം ആന പരിശീലന കേന്ദ്രത്തിൽ സന്ദർശനം നടത്തി. ആന പരിശീലന കേന്ദ്രത്തിലെ ഓരോ ആനകൾക്കരികിലും അദ്ദേഹം എത്തി ഇവയുടെ പരിപാലന രീതികൾ വിലയിരുത്തി. അഭയാരണ്യത്തിലെ ആന പരിശീലനവും പരിപാലനവും വലിയ അഭിനന്ദനം അർഹിക്കുന്നതാണെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. കോടനാട് ആന പരിശീലന കേന്ദ്രത്തിലെ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഇവിടുത്തെ പരിപാലന രീതി നേരിൽ കാണുന്നതിനും വേണ്ടിയാണ് കേന്ദ്ര വനം വന്യജീവി വകുപ്പ് സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കോടനാട് അഭയാരണ്യത്തിൽ സന്ദർശനം നടത്തിയത്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ എത്തിയ മന്ത്രി ഇവിടെ ഏകദേശം 2 മണിക്കൂറിലധികം സമയം ചെലവഴിച്ചു. ആന പരിശീലന കേന്ദ്രത്തിലെ ഓരോ ആനകൾക്കരികിലും ഇദ്ദേഹം നേരിട്ടെത്തി ഇവയുടെ പരിപാലന രീതികൾ വിലയിരുത്തി. 1 വർഷം മുൻപ് അഭയാരണ്യത്തിന് അതിഥിയായി ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ആനക്കുട്ടിക്ക് മന്ത്രി മായ എന്ന പേരും നൽകി. ഇവളോടൊപ്പമാണ് ഇദ്ദേഹം ഏറ്റവും അധികം സമയം ചെലവഴിച്ചത്. ഈ ആനക്കുട്ടിയുടെ പരിപാലനത്തെക്കുറിച്ച് അദ്ദേഹം വിദഗ്ധരുമായി സംസാരിച്ച ശേഷം വനം വകുപ്പ് അധികൃതർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകി. പെരിയാറിന്റെ കരയിൽ ഏക്കർ കണക്കിന് വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന അഭയാരണ്യത്തിൽ 3 കൊമ്പന്മാരടക്കം 6ഓളം വലിയ ആനകളും ഒരു കുട്ടിയാനയുമാണ് ഇപ്പോഴുള്ളത്. ഇതുകൂടാതെ മ്ലാവുകൾ, മാനുകൾ, ധാരാളം ചിത്രശലഭങ്ങൾ എത്തുന്ന ശലഭോദ്യാനം എന്നിവയെല്ലാം ഇവിടുത്തെ കാഴ്ചകളാണ്. അഭയാരണ്യത്തിലെ ആന പരിശീലനവും പരിപാലനവും വലിയ അഭിനന്ദനം അർഹിക്കുന്നതാണെന്നും കേന്ദ്ര സഹമന്ത്രി പിന്നീട് പ്രതികരിച്ചു. And from Lakshadweep I came here. I got to know about this elephant rescue center. So I wanted to visit this elephant rescue center and to see what is happening here. And I'm very happy to note that very good care is being taken care of by all the rescued elephants. I was very happy to see the way these poor elephants are being taken care of. There's one young 1-year-old calf who had been abandoned at birth, and I'd really like to congratulate the veterinarian team and the team here for bringing her out of that critical stage and to now she's a healthy calf. Because in India, there has been a trend to keep a lot of wild animals in captivity. And now we should have even more such centers for not only elephants, but for any other wildlife that is either being kept illegally and is rescued, or is it abandoned in the wild, or is it injured. We should have that. We should encourage the formation of more such centers. സന്ദർശനത്തിന്റെ ഭാഗമായി അഭയാരണ്യത്തിൽ ഒരു മാവിൻ തൈ കൂടി നട്ടാണ് മന്ത്രി മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഡിജിറ്റൽ ലോകത്തേക്ക് മാറ്റാൻ റെഡിയാണോ? ജയ് ഭാരത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇതാ ട്രെൻഡിംഗ് കോഴ്സുകൾ. ഡാറ്റ സയൻസ് മുതൽ വെബ് ടെക്നോളജീസ് വരെ അത്യാധുനിക ലാബ് സൗകര്യങ്ങൾ, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ്, പിന്നെ മികച്ച പ്ലേസ്മെന്റ് സപ്പോർട്ടും. ജയ് ഭാരത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പെരുമ്പാവൂർ.